നല്ല വാസ്തവത്തിൽ രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന് വരാൽ മുറിവുകൾ. ആ പേര് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ പേര് ഇഷ്ടപ്പെട്ടിട്ട് കൂടിയാണ് ആ പുസ്തകം വാങ്ങിയിട്ടുള്ളത്. ഇനിയും വായിച്ചിട്ടില്ല. പക്ഷേ ആ പേര് ഞാൻ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ആ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തമായി കിട്ടുമോ? കാരണം ഇവിടെ പറഞ്ഞിട്ടുള്ള കഥയുടെ ഒരു സിനോപ്സിസ് എനിക്ക് കിട്ടും, മനസ്സിലേക്ക് വായിച്ചിട്ടുള്ള സാധനം വെച്ചിട്ട് വരാലോ മുറിവുകളോ, മുറിവുകൾ പിന്നെയും വരുന്നുണ്ട്. വരാൽ എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ മീനിൻ്റെ പേര് എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം എനിക്ക് ഇവിടുന്ന് ഈ ചർച്ച കിട്ടിയിട്ടില്ല. പക്ഷേ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ? അതാണ് ചോദ്യം ഒന്ന്. ചോദ്യം രണ്ട്, ബഹ്റൈനിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളീയ ജീവിതത്തിൽ അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു സാധനമാണ് പ്രവാസം. ഒരുപക്ഷെ ഗൾഫിന് മുമ്പ് ശേഷമൊക്കെ ഉള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷേ ആ സാമൂഹിക ജീവിതത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു നോവൽ മലയാളത്തിലുണ്ടോ എന്ന് സംശയമാണ്. അതിലേക്ക് കൈവെക്കാനുള്ള സാധ്യതയുണ്ടോ? ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ വെച്ചാൽ, ഇതല്ല ഇപ്പം നിങ്ങൾ എന്നെ വിളിക്കും ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഉറപ്പ് പറയുന്നു ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നിന്ന് നിങ്ങൾ എന്നെ വിളിക്കും ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ പറയും, റിഹാൻ ഈ ഒരു പേരല്ലാതെ വേറൊരു പേര് ഈ പുസ്തകത്തിനില്ല എന്ന് പറയും. ഉറപ്പായിട്ട് നിങ്ങൾ പറയും. അതായത് അതിൽ എനിക്ക് എന്നേക്കാളും ആത്മവിശ്വാസമുണ്ട് ആ ഒരു കാര്യത്തിൽ. നിങ്ങൾ ഈ പുസ്തകം വായിച്ചിരിക്കുന്ന ഒരാളുണ്ട് ഇവിടെ, ആൾക്കറിയാം ആ പേരെന്താണ്. പക്ഷെ ഞാനത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പുസ്തകം വായിച്ച ആളുകൾക്കറിയാം ആ പേരല്ലാതെ വേറൊരു പേരുണ്ടോ, അതിന് വേറൊരു പേര് ചിന്തിക്കാൻ പറ്റുമോ? ഈ ഒരു പേരല്ലാതെ അതിന് വേറൊരു പേരില്ല. രണ്ടാമത്തെ ഒരു കാര്യം, എനിക്ക് ആകെ 2-2.5 വർഷത്തെ അനുഭവമുള്ളൂ. ഞാൻ ഈ അനുഭവം കൊണ്ട് ഇവിടെ 10-25 വർഷമൊക്കെയുള്ള ആൾക്കാരുണ്ട്. എൻ്റെ അനുഭവം വളരെ ചെറുതാണ്. അപ്പോൾ എനിക്കൊരു ബൃഹത്തായിട്ടുള്ള അതിൻ്റെ പ്രവാസത്തിൻ്റെ അനുഭവത്തെ ഒന്നും എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അറിയില്ല, എന്തെങ്കിലും ചിലപ്പോൾ സംഭവിച്ചൊക്കെ. നമ്മൾ ഈ പുതുമ തേടി പോകുന്ന സമയത്ത് ചിലപ്പോൾ സാധ്യത വളരെ കുറവാണ്. ഇനി അഥവാ സംഭവിച്ചു കഴിഞ്ഞാൽ നീ അങ്ങനെ അന്ന് പറഞ്ഞു എന്ന് ചോദിക്കാതിരിക്കാനും കൂടെ മുൻകൂർ ജാമ്യമെടുക്കാണ്. അപ്പം സാധ്യത വളരെ കുറവാണ്. ഒന്നാമത്തെ, എനിക്ക് അതിന് മാത്രമുള്ള അനുഭവങ്ങൾ പ്രവാസം തന്നിട്ടില്ല. എൻ്റെ പ്രവാസം എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ പോകുമ്പോഴൊക്കെ എന്താ വെച്ചാൽ, പ്രവാസം ഒരു എന്താ പറയുക, സർവൈവലിനേക്കാളും കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടിയുള്ളൊരു യാത്രയായിട്ട് മാറുകയാണല്ലോ. അതിന് കുറേ കാലം മുൻപല്ലേ പ്രവാസം ഒരു സർവൈവലായിട്ട് നിൽക്കുന്നത്. നമ്മൾ കുറേ ഇപ്പോഴേക്കും ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തെ അതൊരു ഇവിടത്തേനും കാട്ടെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം തേടിയുള്ളൊരു യാത്രയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ പിന്നെ അത് സാധ്യത കുറവാണ്. പ്രവാസം എപ്പോഴും എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അനുഭവമാണല്ലോ. അതിൻ്റെ അകത്ത് നമ്മൾ പോയിട്ട് ഭാവന കൊണ്ട് കൈവച്ച് കഴിഞ്ഞാൽ അടി കിട്ടും. അവിടെ ഭാവനയ്ക്ക് വലിയ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും മനുഷ്യന്മാരുടെ അനുഭവത്തെ നമ്മൾ റദ്ദ് ചെയ്യാൻ ശ്രമിക്കരുതെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അത് ഓരോ മനുഷ്യനും ഓരോ വ്യത്യസ്തമായിട്ടുള്ള അനുഭവമല്ലേ. അതിനെ നമ്മൾ ഒരു തരത്തിലും റദ്ദ് ചെയ്യാൻ ശ്രമിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ്.